ഹായ് മക്കളെ, എഡ്യൂക്കേറ്റഡ് ലേണിംഗിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സുനിൽകുമാർ. കുട്ടികൾ എന്നെ സ്നേഹത്തോടെ CSK എന്ന് വിളിക്കും. കഴിഞ്ഞ 25 വർഷത്തിലധികമായി എൻട്രൻസ് ഫീൽഡിൽ കെമിസ്ട്രി പഠിപ്പിച്ച പരിചയമുണ്ട്. RRP ആയിട്ട് നിങ്ങൾക്ക് കുറേയേറെ മുൻപ് ക്ലാസ്സുകൾ എടുത്തു തന്ന RRP സാറുമായിട്ട് കുറച്ച് വർഷങ്ങളായി പരിചയമുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് മുൻപ് 1-2 സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തതാണ്. അദ്ദേഹമാണ് കഴിഞ്ഞ ആഴ്ച എന്നെ വിളിച്ചു പറഞ്ഞത്, കുട്ടികൾ കെമിസ്ട്രി ക്ലാസ്സുകൾ വേണമെന്ന് പറയുന്നു, അതും പ്രത്യേകിച്ച് ഓർഗാനിക് കെമിസ്ട്രി. ഈ ഓർഗാനിക് കെമിസ്ട്രി ഒന്ന് ബേസ് ഒന്ന് സ്ട്രോങ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഈ നീറ്റ് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഓർഗാനിക് കെമിസ്ട്രി നിങ്ങൾക്ക് നല്ലവണ്ണം പെർഫോം ചെയ്യാൻ പറ്റും. കെമിസ്ട്രിയിൽ നല്ലവണ്ണം പെർഫോം ചെയ്യാൻ പറ്റും. കെമിസ്ട്രിയിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം. കെമിസ്ട്രി 150-180 എത്തണം. അപ്പോഴാണ് നമുക്ക് കൂടുതൽ മാർക്ക് വാങ്ങി 650-ലേറെ മാർക്ക് വാങ്ങി നല്ലൊരു മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ കഴിയുക. അതുകൊണ്ട് സാറിന്റെ ആഗ്രഹപ്രകാരം, നിങ്ങളുടെ ആവശ്യപ്രകാരം ഇതാ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് ഇയർ ചാപ്റ്ററിലെ ഓർഗാനിക് റിയാക്ഷൻ മെക്കാനിസം. ഇതാണ് ബേസിക്. ഈ ഓർഗാനിക് കെമിസ്ട്രി ബേസ് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർക്കുകൾ നേടാൻ കഴിയും. എങ്ങനെയാണ് ഈ ബേസ് സ്ട്രോങ് ആകുക? അതിനുവേണ്ടി ഈ ഓർഗാനിക് റിയാക്ഷൻ മെക്കാനിസം വളരെ തറോ ആയിട്ട് മനസ്സിലാക്കുക. കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. ഒരിക്കലും കാണാതെ പഠിക്കരുത് കേട്ടോ. ഞാൻ ഇവിടെ ഇട്ട് തരുന്ന നിങ്ങൾക്ക് ക്ലാസ്സുകൾ, ഞാൻ എടുത്തു തരുന്ന ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ശരിയായിട്ട് മനസ്സിലാക്കുക. ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് മനസ്സിലാക്കിയിട്ട് അത് പിന്നീട് വരുന്ന ചില ക്വസ്റ്റ്യൻസുകളുണ്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അത് ആൻസർ ചെയ്യാൻ കഴിയുമോ? അത് കഴിഞ്ഞ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉയർന്ന മാർക്ക് നേടാൻ കഴിയും. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് നീങ്ങാം. ഓർഗാനിക് റിയാക്ഷൻ മെക്കാനിസം. ഈ ഓർഗാനിക് റിയാക്ഷൻ മെക്കാനിസം ഏതൊരു റിയാക്ഷൻ ആയിക്കോട്ടെ, അതൊരു ഇൻഓർഗാനിക് ആയിക്കോട്ടെ, ഓർഗാനിക് ആയിക്കോട്ടെ, ഏത് റിയാക്ഷൻ ആയാലും റിയാക്ടൻസ് ഉണ്ടായിരിക്കും, പ്രൊഡക്ട്സ് ഉണ്ടായിരിക്കും. റിയാക്ടൻസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു പ്രൊഡക്ട്സ്. ഉറപ്പാണല്ലോ. ഈ ഓർഗാനിക് റിയാക്ഷനിലും റിയാക്ഷൻ മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിക് സ്റ്റെപ്പ് വൈസ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഹൗ കെമിക്കൽ ബോണ്ട്സ് ആർ ബ്രോക്കൺ. ബോണ്ട് ബ്രേക്ക് ചെയ്യണം, പുതിയ ബോണ്ട് ഫോം ചെയ്യണം. ഏതൊരു റിയാക്ഷൻ ആയാലും ഒരു പുതിയ ബോണ്ട് ഫോം ചെയ്യാം, അതിനുവേണ്ടി വേറൊരു ബോണ്ട് ബ്രേക്ക് ചെയ്യാം. അപ്പൊ എനർജി റിലീസിങ് പ്രോസസ് ആണ്, എനർജി അബ്സോർബിങ് പ്രോസസ് ആണ്. അപ്പൊ ഏതൊരു റിയാക്ഷൻ ആയാലും ഞാൻ പറഞ്ഞല്ലോ, റിയാക്ടൻസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു പ്രൊഡക്ട്സ്. ഒരു ഓർഗാനിക് റിയാക്ഷനില് റിയാക്ടൻസ് നേരെ പ്രൊഡക്ട്സ് ആയിട്ടല്ല കൺവേർട്ട് ചെയ്യുക. റിയാക്ടൻസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ആൻ ഇന്റർമീഡിയറ്റ്. ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആ ഇന്റർമീഡിയറ്റ് ആണ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു പ്രൊഡക്ട്സ്. ഏതൊരു ഓർഗാനിക് റിയാക്ഷനും ഇന്റർമീഡിയറ്റ് ഉണ്ടാവും. ചില കേസുകളിൽ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയിരിക്കും ഉണ്ടാവും. എന്തൊക്കെ തന്നെയായാലും റിയാക്ടൻസ് ഈസ് കൺവേർട്ടഡ് ഇൻടു പ്രൊഡക്ട്സ്, ദർ ഈസ് എ ഫോർമേഷൻ ഓഫ് ആൻ ഇന്റർമീഡിയറ്റ്. ഓർഗാനിക് റിയാക്ഷൻസില് റിയാക്ടൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു സബ്സ്ട്രേറ്റ് ആൻഡ് ആൻ അറ്റാക്കിംഗ് റിയേജന്റ്. ഇതാണ് നമ്മുടെ റിയാക്ടൻസ്. അപ്പൊ ഓർഗാനിക് റിയാക്ഷനിൽ സബ്സ്ട്രേറ്റ് ഉണ്ട്, അറ്റാക്കിംഗ് റിയേജന്റ് ഉണ്ട്. ഇവ തമ്മിൽ റിയാക്ട് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ഫോം ചെയ്യുന്നു? എന്നിട്ട് ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നു. ആ ഇന്റർമീഡിയറ്റ് പ്രൊഡക്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇന്റർമീഡിയറ്റ് ഓർ ആൻ ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യും. എന്താണ് ഈ സബ്സ്ട്രേറ്റ്? ഒരു റിയാക്ഷൻ നടത്തുകയാണെങ്കിൽ സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the less reactive reagent which is usually present in large excess. ഏറ്റവും കൂടുതൽ എമൗണ്ട്സിൽ ലെസ് റിയാക്റ്റീവ് റിയേജന്റ് ആരാണോ അതിനെയാണ് നമ്മൾ സബ്സ്ട്രേറ്റ് എന്ന് പറയുക. അപ്പൊ സബ്സ്ട്രേറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ലെസ് റിയാക്റ്റീവ് റിയേജന്റ്, അല്ലെ? ലെസ് റിയാക്റ്റീവ് റിയേജന്റ് which is usually present in large excess.
ലാർജ് എമൗണ്ട്സിൽ ഉണ്ടായിരിക്കും, ലെസ് റിയാക്റ്റീവ് ആയിരിക്കും. അതിനെ നമ്മൾ സബ്സ്ട്രേറ്റ് എന്ന് വിളിക്കും. ഈ സബ്സ്ട്രേറ്റിനെ അറ്റാക്ക് ചെയ്യാനുള്ള സ്പീഷീസിനെയാണ് പറയുന്നത് വി കോൾ ഇറ്റ് ആസ് അറ്റാക്കിംഗ് റിയൻ. അറ്റാക്കിംഗ് റിയൻ അറ്റാക്ക് ചെയ്യാൻ വരിക. അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ ലെസ് റിയാക്റ്റീവ് അല്ല, എന്തായിരിക്കും അത്? ഇറ്റ് ഈസ് ഹൈലി റിയാക്റ്റീവ്. ഹൈലി റിയാക്റ്റീവ് റിയേജന്റ് ആണ്, which is present in minute amounts. Present in minute amounts. അപ്പോൾ എന്താണ് സബ്സ്ട്രേറ്റ്, എന്താണ് അറ്റാക്കിംഗ്? അറ്റാക്കിംഗ് റിയൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എ ഹൈലി റിയാക്റ്റീവ് സ്പീഷീസ് ആണ്, മൈന്യൂട്ട് എമൗണ്ട്സ് ഉള്ളത്. ഇവ തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യുന്നു? ഒരു ഇന്റർമീഡിയറ്റോ ആക്ടിവേറ്റഡ് കോംപ്ലക്സോ ഫോം ചെയ്യുന്നു. അവ പ്രൊഡക്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ചുരുക്കി പറഞ്ഞ് ഇത്രയേ ഉള്ളൂ ഓർഗാനിക് റിയാക്ഷൻ മെക്കാനിസം. റിയാക്ടൻസ്, സബ്സ്ട്രേറ്റ് ഉണ്ട്, അറ്റാക്കിംഗ് റിയന്റ് ഉണ്ട്, അത് ഇന്റർമീഡിയറ്റ് ഉണ്ട്, അത് പ്രൊഡക്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, നിങ്ങൾക്ക് അറിയേണ്ടത് എന്താണ് സബ്സ്ട്രേറ്റ്, എന്താണ് അറ്റാക്കിംഗ് റിയേജന്റ്, ഏതൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അറ്റാക്കിംഗ് റിയേജന്റ് ഉണ്ട്, എങ്ങനെ അത് ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നു, ഏതൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്റർമീഡിയറ്റ്സ് ഉണ്ട്, എങ്ങനെയായിരിക്കും അതിന്റെ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി, എന്നിട്ട് അത് എങ്ങനെ പ്രൊഡക്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ ഒരു ഒറ്റ കാര്യം പഠിച്ചാൽ മതി. ഓർഗാനിക് കെമിസ്ട്രിയുടെ ബേസ് വളരെ തറവായിരിക്കും. ഈ ഓർഗാനിക് കെമിസ്ട്രിയുടെ ബേസ് വളരെ തറവാണെങ്കിൽ ഏത് റിയാക്ഷൻ വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം, സിമ്പിൾ ആയിട്ട് എഴുതാം. ചോദ്യം ചോദിച്ച് ഏതൊരു ചോദ്യം കണ്ടാലും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. വളരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് ഈ ഓർഗാനിക് കെമിസ്ട്രി. അപ്പൊ ഇതിന്റെ തുടക്കത്തിലാണ് നമ്മൾ പറയുന്നത് റിയാക്ടൻസ്, ഇന്റർമീഡിയറ്റ് പ്രൊഡക്റ്റ്. എന്താണ് റിയാക്ടൻസ്? റിയാക്ടൻസ് ഇസ് ക്ലാസിഫൈഡ് സബ്സ്ട്രേറ്റും അറ്റാക്കിംഗ് റിയേജന്റും. അവ തമ്മിൽ റിയാക്ട് ചെയ്ത് ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നു, അത് പ്രൊഡക്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇതിന്റെ ഹെഡിങ് തന്നെ എഴുതിയിട്ടുണ്ടല്ലോ അല്ലെ, ഹൗ കെമിക്കൽ ബോണ്ട്സ് ആർ ബ്രോക്കൺ. കെമിക്കൽ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. എങ്ങനെയാണ് കെമിക്കൽ ബോണ്ട് ബ്രേക്ക് ചെയ്യുക? ബോണ്ട് ബ്രേക്ക് ചെയ്യണം, പുതിയ ബോണ്ട് ഫോം ചെയ്യണം അല്ലെ. കെമിക്കൽ ബോണ്ട് ബ്രേക്ക് ചെയ്യണം. ബ്രേക്കിംഗ് ഓഫ് എ ബോണ്ട്, ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നതിനെയാണ് പറയുന്നത് വി കോൾ ഇറ്റ് ആസ് ഫിഷൻ. ആ ഫിഷൻ എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ നടക്കാം. ഹോമോലിറ്റിക് ഫിഷൻ ഉണ്ട്, ഹെട്രോലിറ്റിക് ഫിഷൻ ഉണ്ട്. There are main two types of covalent bond fission: homolytic fission and heterolytic fission. ഈ homolytic fission we call it as homolysis. Homolysis. Heterolytic fission is known as heterolysis. For bond breaking energy has to be supplied. Energy absorbing process ആണ്, endothermic process ആണ്. Delta H is positive. അത് രണ്ട് രീതിയിൽ നടക്കാം. ഹോമോലിസിസ് ആവാം, ഹെട്രോലിസിസ് ആവാം. നമുക്ക് എന്താണ് ഹോമോലിസ്റ്റിക് ഫിഷൻ അല്ലെങ്കിൽ ഹോമോലിസിസ് എന്ന് കാണാം. ഹോമോലിസിസ് ഏതൊക്കെ കോമ്പൗണ്ട്സിലാണ്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് നടക്കാനുള്ള സാധ്യത? ഹോമോലിറ്റിക് ഫിഷൻ occurs mainly എപ്പോഴാണ്? ഒന്ന്, in presence of sunlight. അൾട്രാവയലറ്റ് ലൈറ്റില് സൺലൈറ്റിന്റെ പ്രസൻസിൽ നടക്കുന്ന ഒരു റിയാക്ഷൻ ആണ്, ഒരു ബ്രേക്കിംഗ് ഓഫ് ബോണ്ട് ആണ് ഹോമോലിറ്റിക് ഫിഷൻ അല്ലെങ്കിൽ ഹോമോലിസിസ്. ഇറ്റ് occurs in presence of high temperature. High temperature. It occurs in presence of peroxides. Presence of peroxides. അപ്പൊ ഏതൊക്കെ കണ്ടീഷനാണ്? ഒരു കാര്യം ഓർത്തു വെക്കുക മക്കളെ, ഒരു ആരോ മാർക്കിട്ട്, ഏതെങ്കിലും ഒരു റിയാക്ഷന്റെ മുകളിൽ ആരോ മാർക്കിട്ട് ഒരു മുകളില് UV ലൈറ്റ് എന്ന് കാണാം, അല്ലെങ്കിൽ HNU എന്ന് കാണാം, അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ എന്ന് കാണാം, ഓർ പെറോക്സൈഡ് എന്ന് കാണാം, ഓർഗാനിക് പെറോക്സൈഡ് എന്ന് കാണാം. ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഹൈ ടെമ്പറേച്ചർ എന്ന് കാണാം, അൾട്രാവയലറ്റ് ലൈറ്റ് എന്ന് കാണാം, അല്ലെങ്കിൽ HNU എന്ന് ജസ്റ്റ് കാണിക്കുക, സൺലൈറ്റ് എന്ന് കാണിക്കുക, അല്ലെങ്കിൽ പെറോക്സൈഡ് എന്ന് കാണിക്കുക, ഉറപ്പായിട്ടും വിചാരിച്ചോളൂ there is a formation of free radicals. Homolysis leads to free radicals. Homolysis leads to the formation of free radicals.
leads to the formation of free radicals. അപ്പോൾ ക്ലിയർ ആണല്ലോ എന്താണ് ഹോമോലിറ്റിക് ഫിഷൻ? ഹോമോലിറ്റിക് ഫിഷൻ എന്ന് പറയുമ്പോൾ ബോണ്ട് ബ്രേക്ക് എങ്ങനെ നമ്മൾ ഹോമോലിറ്റിക് ഫിഷന്റെ ഹോമോളിസിസ് എങ്ങനെ ബ്രേക്ക് ചെയ്യും? സേ ഒരു ക്ലോറിൻ മോളിക്യൂൾ Cl2 ക്ലോറിൻ മോളിക്യൂൾ ദാറ്റ് ഈസ് Cl ക്ലോറിൻ മോളിക്യൂൾ മുകളിലേക്ക് സൺലൈറ്റിന്റെ പ്രസൻസിൽ അൾട്രാവയലറ്റ് ലൈറ്റിന്റെ പ്രസൻസിൽ ബോണ്ട് എങ്ങനെ ബ്രേക്ക് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാല് ഈ ക്ലോറിനും തമ്മിൽ ഷെയർ ചെയ്യുന്നത് ഈക്വൽ ഷെയറിംഗ് ആണ്, കോവാലന്റ് ബോണ്ടിങ് ആണ്. ഇത് ബ്രേക്ക് ചെയ്യും. എങ്ങനെ ബ്രേക്ക് ചെയ്യും? ഈ ക്ലോറിനാറ്റം ഇതിന്റെ ഇലക്ട്രോൺസ് എടുത്തുകൊണ്ടും ഹാഫ് ഹുക്ക്ഡ് ആരോ ആണ് കാണിക്കുക. മീനിന്റെ കൊളുത്ത് പോലെയാണ് ഈ കാണിക്കുക, മീനിന്റെ കൊളുത്ത്. അതായത് ഈ ക്ലോറിൻ ഷെയർ ഈ ഇലക്ട്രോൺസ് എടുക്കും, ഈ ക്ലോറിൻ അവന്റെ ഏതാണോ എടുത്തത് അവരാരും ഷെയർ ചെയ്ത് എടുത്തുകൊണ്ട് പോകും. ഈ ക്ലോറിനാറ്റം മിസ്റ്റേക്ക് ഇറ്റ്സ് ഓൺ ഇലക്ട്രോൺ, ഈ ക്ലോറിനാറ്റം ഇതിന്റെ ഷെയർ എടുക്കുന്നു, അങ്ങനെ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഇതിനെയാണ് നമ്മൾ പറയുന്നത് we call it as homolysis. It gives rise to free radical. എങ്ങനെ ഫ്രീ റാഡിക്കൽ റെപ്രസെന്റ് ചെയ്യാം? ക്ലോറിൻ ഫ്രീ റാഡിക്കൽ, അതിന്റെ ഒരു ഇലക്ട്രോൺ ഇങ്ങനെ ഒരു കുത്തിടും, രണ്ട് ക്ലോറിൻ ആറ്റം. We call it as chlorine free radicals. Chlorine free radicals. അപ്പോൾ homolysis leads to the formation of free radicals. അപ്പോൾ എപ്പോഴൊക്കെയാണ് ഏതൊക്കെയാണ് കണ്ടീഷൻ ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്യുന്നതിന്റെ കണ്ടീഷൻ എപ്പോഴാണ്? ഒരു കാര്യം ഇൻ പ്രസൻസ് ഓഫ് അൾട്രാവയലറ്റ് ലൈറ്റ് ഓർ ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ഓർ അറ്റ് ഹൈ ടെമ്പറേച്ചർ ഓർ ഇൻ പ്രസൻസ് ഓഫ് പെറോക്സൈഡ്സ്. പെറോക്സൈഡ് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ഒരു ഓർഗാനിക് പെറോക്സൈഡിന്റെ ഇതെടുക്കുകയാണെങ്കിൽ ബെൻസോയിൽ പെറോക്സൈഡ് ബെൻസോയിൽ പെറോക്സൈഡ് എന്ന് പറഞ്ഞാൽ ബെൻസോയിക് ആസിഡിന്റെ പെറോക്സൈഡ്. ബെൻസോയിക് ആസിഡ് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? C6H5COO. പെറോക്സോ ലിങ്കേജ് വേറൊരു ബെൻസോയിൽ ഗ്രൂപ്പ്, ഇതിനെയാണ് നമ്മൾ പറയുന്നത് ബെൻസോയിൽ പെറോക്സൈഡ്. ഓർഗാനിക് ചില റിയാക്ഷൻസിന്റെ മുകളിൽ ബെൻസോയിൽ പെറോക്സൈഡ് എന്ന് കാണും. ഇതാണ് ഈ സാധനം ബെൻസോയിൽ പെറോക്സൈഡ്. ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ഹോമോലിസിസ് നടക്കുന്നു, മീനിന്റെ കൊളുത്ത് പോലെ. ഇവിടെയാണ് ബോണ്ട് ബ്രേക്ക് ചെയ്യുക കേട്ടോ. It leads to the formation of free radicals ഫോം ചെയ്യും. ബെൻസോയിൽ പെറോക്സൈഡ് ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യുന്നു. ഇതാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഒരു ആരോ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻസിൽ ഓർത്ത് വെക്കുക. ഇക്വേഷൻസ് എഴുതി അതിന്റെ മുകളിൽ അൾട്രാവയലറ്റ് ലൈറ്റോ ഹൈ ടെമ്പറേച്ചറോ പെറോക്സൈഡോ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും it leads to the formation of free radicals. This is known as homolytic fission. ഒരുവിധം കേസുകളിലൊക്കെ നോൺ പോളാർ ബോൺസിൽ ഉണ്ടാവും, അല്ലാതെ പോളാർ ബോൺസിൽ ഉണ്ടാവുന്നുണ്ട്. നോൺ പോളാർ ബോൺസിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. This is the one way of breaking of a bond, that is homolysis. അടുത്തത് another way of breaking of a bond is heterolytic fission. Heterolytic fission, we call it as heterolysis. Heterolytic fission, which is otherwise known as heterolysis. Heterolysis, say ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. CH3C tertiary butyl bromide. When it undergoes heterolysis, ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന കംപ്ലീറ്റ് ട്രാൻസ്ഫർ ആണ്. ഈ ബ്രോമിൻ ഈ കാർബണിന്റെ ഈ ഇലക്ട്രോൺസും കൂടി എടുത്തുകൊണ്ട് പോകുന്നു. എന്ത് ഫോം ചെയ്യും? There is a formation of cation and anion. Cation and anion. Homolysis leads to the formation of free radicals ആണെങ്കിൽ heterolysis leads to the formation of cations and anions. അവ രണ്ട് രീതിയിൽ ബോണ്ട് ബ്രേക്ക് ചെയ്യാം. ഹോമോലിസിസ് ആവാം, ഹെറ്ററോലിസിസ് ആവാം. ഹോമോലിസിസ് ആവുമ്പോൾ ആ ആരോ മാർക്ക് മീനിന്റെ കൊളുത്ത് പോലെ ഹാഫ് ഹുക്ക്ഡ് ആരോ ആണ്. മറ്റേ ഹെറ്ററോലിസിസ് ആവുമ്പോൾ കംപ്ലീറ്റ് ട്രാൻസ്ഫർ. Two ways of breaking of a bond, homolysis and heterolysis. ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി അടുത്തത് വാട്ട് ആർ അറ്റാക്കിംഗ് റീജിയൻസ്? എന്താണ് അറ്റാക്കിംഗ് റീജിയൻസ്?
നമ്മൾ കണ്ടു സബ്സ്ട്രേറ്റ് എന്താണെന്ന് കണ്ടു. സബ്സ്ട്രേറ്റ് എന്ന് പറയുമ്പോൾ the less reactive reagent which is usually present in large amounts. അറ്റാക്കിംഗ് ചെയ്യുന്ന ഹൈലി റിയാക്റ്റീവ് റിയേജന്റ് ആണ്, ഏറ്റവും ഹൈലി റിയാക്റ്റീവ് റിയേജന്റ് which is present in small amounts അല്ലെങ്കിൽ minute amounts. ആ അറ്റാക്കിംഗ് റിയേജന്റ് can be classified into electrophiles, nucleophiles and free radicals. ആ വാക്കിൽ തന്നെ കിടക്കുന്നുണ്ട് ഇലക്ട്രോഫൈൽ. ഇലക്ട്രോഫൈൽ മീൻസ് electron loving species. ഇലക്ട്രോൺ ലവിങ്, ഇലക്ട്രോൺ ഇഷ്ടപ്പെടുക, ഇലക്ട്രോൺ ഇഷ്ടപ്പെടുന്ന സ്പീഷീസിനെയാണ് പറയുന്നത് we call it as electron loving species which are known as electrophiles. Nucleophiles, nucleophiles പറയുമ്പോൾ ഫൈൽ മീൻസ് ലവിങ്, ന്യൂക്ലിയസ് ലവിങ്. ന്യൂക്ലിയസ് ലവിങ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജ്ഡ് സെന്റർ, positively charged center loving species. Positively charged center loving species നെയാണ് പറയുന്നത് we call it as nucleophiles. പിന്നെ മറ്റൊരു അറ്റാക്കിന്റെ ഫ്രീ റാഡിക്കൽസ്. ഫ്രീ റാഡിക്കൽസ് ഇപ്പൊ നമ്മൾ കണ്ടു അല്ലേ, ഹോമോജി ഫിഷൻ ലീഡ്സ് ടു ഫോർമേഷൻ ഓഫ് ഫ്രീ റാഡിക്കൽസ്. ക്ലോറിൻ ഫ്രീ റാഡിക്കൽ, ബ്രോമിൻ ഫ്രീ റാഡിക്കൽ, മീഥൈൽ ഫ്രീ റാഡിക്കൽ, they are examples of free radicals. നമുക്ക് ആദ്യം എന്താണ് ഇലക്ട്രോഫൈൽസ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇലക്ട്രോഫൈൽസ് ഇലക്ട്രോൺ ലവിങ് ആണ്. that takes away an electron pair അല്ലെ, ഇലക്ട്രോൺ ലവിങ് ആണ്. ഇലക്ട്രോൺ ലവിങ് സ്പീഷീസ് ഇലക്ട്രോൺ തേടി നടക്കാണ്. that takes away an electron pair and these electrophiles can be classified into positively charged electrophile, positively charged electrophile. Positively charged electrophile and negatively charged electrophile ഉണ്ടാവോ? ഒരിക്കലും ഉണ്ടാവില്ല. എന്തുകൊണ്ടാ നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോഫൈൽ നെഗറ്റീവ് ആയിരിക്കും അതിന്റെ ചാർജ്. ആ നെഗറ്റീവ് ചാർജ് ഉള്ള പിന്നെ ഒരു ഇലക്ട്രോൺസ് തേടി പോവോ? ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ പോസിറ്റീവ് നേരെ പറയുന്നത് പോസിറ്റീവ്ലി ചാർജ് ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത് നെഗറ്റീവ്ലി ചാർജ് പിന്നെ എന്തായിരിക്കണം, പിന്നെ അല്ലെങ്കിൽ ന്യൂട്രൽ ആയിരിക്കാം. ന്യൂട്രൽ ഇലക്ട്രോഫൈൽസ്, പോസിറ്റീവ് ഇലക്ട്രോഫൈൽസ്, പോസിറ്റീവ്ലി ചാർജ് ഇലക്ട്രോഫൈൽസ് or we call it as positive electrophiles, പോസിറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോഫൈൽസ്. എന്താണ് ഈ പോസിറ്റീവ് ഇലക്ട്രോഫൈൽസ്? പോസിറ്റീവ്ലി ചാർജ് ഉള്ള ഇലക്ട്രോഫൈൽ വെൽ നോൺ എക്സാമ്പിൾ ഈസ് H+. പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഇൻ നീഡ് ഓഫ് എൻ ഇലക്ട്രോൺ. വേറെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ NO2+, വേറെ എക്സാമ്പിൾ Cl+, Br+, എല്ലാം പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോഫൈൽസ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ ഇലക്ട്രോഫൈൽ എന്നൊക്കെ നോക്കുമ്പോൾ ഇലക്ട്രോൺ ലവിങ് ആണ്. ഉറപ്പായിട്ട് എന്തായിരിക്കും? പോസിറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും, പോസിറ്റീവ്ലി ചാർജ് ഇലക്ട്രോഫൈൽസ് ഉണ്ടാവും. നമുക്ക് പിന്നെ സംശയം വരെ എവിടെയാണ്? വേർ ഈസ് എ ന്യൂട്രൽ ഇലക്ട്രോഫൈൽ. ഏതാണ് ന്യൂട്രൽ ഇലക്ട്രോഫൈൽ? ഇലക്ട്രോൺ ലവിങ് സ്പീഷീസ് ആണ്. ഇലക്ട്രോൺ ലവിങ് സ്പീഷീസ് ആണ്, അത് ന്യൂട്രൽ ആയിരിക്കണം. ദാറ്റ് മീൻസ് ദേ ആർ ഡിഫിഷ്യന്റ് ഓഫ് ഇലക്ട്രോൺസ്. ദേ ആർ ഡെഫിഷ്യന്റ് ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സ്പീഷീസ് ആണ്. അതുകൊണ്ടാണ് ദേ ബിഹേവ് ആസ് ലൂയിസ് ആസിഡ്. ലൂയിസ് ആസിഡ്, ലൂയിസ് ബേസ് കോൺസെപ്റ്റ് നമുക്ക് പഠിച്ചത്. ലൂയിസ് ബേസ് they are ready to give an electron. Whereas Lewis acid, they can accept a pair of electrons. Electron accept ചെയ്യാൻ നിൽക്കുന്നവര്. They are in need of an electron. It takes an electron pair. ഏതാണ് deficient of electrons? Well known example of neutral electrophile. Say for example BF3, boron trifluoride, boron trichloride. Where example anhydrous aluminium chloride is an example of a neutral electrophile. Neutral ആണ്, but it is electron loving species. Neutral electrophile which is an electron loving species. BF3. വേറൊരു electron loving species വേണമെങ്കിൽ say for example is SO3, sulfur trioxide. Sulfur trioxide is an example of a neutral electrophile. Where example carbene, say for example CCl2, we call it as
ഡൈക്ലോറോകാർബീൻ. ഡൈക്ലോറോകാർബീൻ വെറുതെ 2 ഇലക്ട്രോൺസിന്റെ കുത്ത് കണ്ടു എന്ന് വെച്ചാൽ ഇലക്ട്രോ, ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ഇലക്ട്രോൺ ലവിംഗ് സ്പീഷീസ് ആണ്. 1, 2 ഒരു ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ 2 ഇലക്ട്രോൺസ് വേണം അല്ലെ. അപ്പോ ഇവിടെയും CCl2 എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ബോണ്ട്, ഇവിടെ ഒരു ബോണ്ട്, 2, 2, 4, 6 ഇലക്ട്രോൺസേ ഉള്ളൂ. കാർബൺ ക്യാൻ ടേക്ക് 8 ഇലക്ട്രോൺസ് ഇൻ ഇറ്റ്സ് വാലൻസ് ഷെൽ. Therefore it is again an electrophile. അപ്പൊ ഏതൊക്കെയാണ് ന്യൂട്രൽ ഇലക്ട്രോഫൈൽ? BF3, BaCl3, ഹൈ അലുമിനിയം ക്ലോറൈഡ്, സൾഫർ ട്രയോക്സൈഡ്, ഡൈക്ലോറോകാർബീൻ. They are all examples of neutral electrophiles. ഈ എക്സാമ്പിൾസുകൾ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. എന്താണ് ഇലക്ട്രോഫൈൽ, ഏതൊക്കെ ടൈപ്സ് ഓഫ് ഇലക്ട്രോഫൈൽസ് ഉണ്ട്, പോസിറ്റീവ് ഇലക്ട്രോഫൈൽസ് ഉണ്ട്, ന്യൂട്രൽ ഇലക്ട്രോഫൈൽസ് ഉണ്ട്. ഇത് അറ്റാക്കിംഗ് റിയേജന്റ് ആയിട്ട് വരും. ഒരു സബ്സ്ട്രേറ്റിനെ കേറി അറ്റാക്ക് ചെയ്യും. അറ്റാക്കിംഗ് റിയേജന്റ് ആയിട്ട് മെക്കാനിസം നമ്മൾ പിന്നെ പതുക്കെ പതുക്കെ കാണും. ഇതാണ് ഇലക്ട്രോഫൈൽസ്. അടുത്തത് ഇലക്ട്രോഫൈൽസ് നമ്മൾ കണ്ടതാണ്. വാട്ട് ആർ ന്യൂക്ലിയോഫൈൽസ്? ന്യൂക്ലിയോഫൈൽസ് ന്യൂക്ലിയസ് ലവിംഗ്. ഞാൻ പറഞ്ഞു പോസിറ്റീവ്ലി ചാർജ്ഡ് സെന്റർ ലവിംഗ് സ്പീഷീസ് ആണ്. പോസിറ്റീവ്ലി ചാർജ്ഡ് സെന്റർ ലവിംഗ് സ്പീഷീസ്. പോസിറ്റീവ്ലി ചാർജ്ഡ് സെന്റർ ലവിംഗ് സ്പീഷീസിനെയാണ് പറയുന്നത് വി കോൾ ഇറ്റ് ആസ് ന്യൂക്ലിയോഫൈൽസ്. അങ്ങനെയുള്ള ഈ ന്യൂക്ലിയോഫൈൽസ് which bears an electron pair, they can again be classified positively charged center and nucleus loving ആണ്. ന്യൂക്ലിയസ് ലവിംഗ് ആവണമെങ്കിൽ എന്തായിരിക്കും? ഉറപ്പായിട്ടും there will be negative nucleophiles. ന്യൂക്ലിയോഫൈൽസ് ഉറപ്പായിട്ടും നെഗറ്റീവ്ലി ചാർജ്ഡ് ആവാം. നെഗറ്റീവ് ന്യൂക്ലിയോഫൈൽസ് പിന്നെന്തായിരിക്കും? ന്യൂട്രൽ ന്യൂക്ലിയോഫൈൽസ്. Negative nucleophiles and neutral nucleophiles. Negatively charged ആയിട്ടുള്ള സ്പീഷീസ് which in need, which bears an electron pair, ഒരു പോസിറ്റീവ് സെന്ററിന് സീക്ക് ചെയ്യുന്ന സ്പീഷീസ് നെഗറ്റീവ്ലി ചാർജ്. വെൽ നോൺ എക്സാമ്പിൾസ് ആർ Cl-, Br-, OH-. എല്ലാം എന്താണ്? നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയോഫൈൽസ് ആണ്. നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയോഫൈൽസ് ആണ്. ന്യൂട്രൽ ന്യൂക്ലിയോഫൈൽസ് ന്യൂട്രൽ ആണ് പക്ഷെ എന്തുണ്ടാവണം? പോസിറ്റീവ്ലി ചാർജ് സെന്റർ തന്നെ ദേ ഷുഡ് ഹാവ് ഇലക്ട്രോൺസ്. എക്സ്ട്രാ ഇലക്ട്രോൺസ് വേണല്ലേ. സേ ഫോർ എക്സാമ്പിൾ അമോണിയ. അമോണിയയിൽ എന്തുണ്ട്? ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. മീഥൈലമീൻ CH3NH2, again a lone pair of electrons. Water, oxygen containing 2 lone pair of electrons. Methanol, oxygen containing 2 lone pair of electrons. ഇങ്ങനെയുള്ളതിനെ we call it as neutral nucleophiles. അപ്പൊ എന്താണ് ന്യൂട്രൽ ന്യൂക്ലിയോഫൈൽസ്? എന്താണ് നെഗറ്റീവ് ന്യൂക്ലിയോഫൈൽസ്? ഏതൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾസ്? ഇതാണ് അറ്റാക്കിംഗ് റിയേജന്റ് ആയിട്ട് വരിക കേട്ടോ. ഒരു സബ്സ്ട്രേറ്റിനെ കയറി അറ്റാക്ക് ചെയ്യുമ്പോൾ ന്യൂക്ലിയോഫൈൽ കയറി അറ്റാക്ക് ചെയ്യാം, അല്ലെങ്കിൽ എന്തായിട്ട് അറ്റാക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇലക്ട്രോഫൈൽ കയറി അറ്റാക്ക് ചെയ്യാം. They behaves Lewis base. Lewis base എന്ന് പറയാൻ they are extra electrons ഉണ്ട്. നൈട്രജൻ ഡെയിലി ഇലക്ട്രോൺസ് ഉണ്ട്, ഓക്സൈഡ് ഡെയിലി ഇലക്ട്രോൺസ് ഉണ്ട്. എക്സ്ട്രാ ഇലക്ട്രോൺസ് എടുക്കുകയാണെങ്കിൽ they are ready to give electron. Therefore they are positively charged center loving species. They are known as nucleophiles. And another one is free radicals. ഈ അറ്റാക്കിംഗ് റിയേജന്റ് ന്യൂക്ലിയോഫൈൽസും ഇലക്ട്രോഫൈൽസും കൂടാതെ ഫ്രീ റാഡിക്കൽസ് ആവാം. ഫ്രീ റാഡിക്കൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമോളിസിസ് വഴി ബ്രേക്ക് ചെയ്യാം. കുറച്ച് നേരത്തെ കണ്ടു അല്ലെ? ക്ലോറിൻ മോളിക്യൂൾ, that is chlorine undergoes homolysis. For the formation of chlorine free radicals. Chlorine free radical attack ചെയ്യാം. Bromine free radical ഉണ്ട്. Bromine undergoes homolysis to form bromine free radicals. Methyl free radical ഉണ്ട്. Terbutyl radical ഉണ്ട്. Our free radicals is also an attacking reagent. Our organic reaction mechanism substrate
പ്ലസ് ആൻ അറ്റാക്കിംഗ് റിയേജന്റ് ഗീവ്സ് ആൻ ഇന്റർമീഡിയറ്റ്. അപ്പൊ ആദ്യത്തെ ഭാഗം എന്താണ് സബ്സ്ട്രേറ്റ് എന്ന് കണ്ടു. ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് മെക്കാനിസത്തിലേക്ക് പോകുന്നുണ്ട് കേട്ടോ, ഉറപ്പായിട്ടും. എന്താണ് സബ്സ്ട്രേറ്റ് എന്ന് കണ്ടു, ഏതൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അറ്റാക്കിംഗ് റിയേജന്റ് എന്ന് കണ്ടു, ഇവ തമ്മിൽ റിയാക്ട് ചെയ്ത് ഇന്റർമീഡിയറ്റ്സിന് പഠിക്കാനുണ്ട്. പിന്നീട് അവയാണ് പ്രൊഡക്ട്സ് ആയിട്ട്. അപ്പോൾ ഈ അറ്റാക്കിംഗ് റിയേജന്റ്, ഇലക്ട്രോഫൈൽ, ന്യൂക്ലിയോഫൈൽ, ഫ്രീ റാഡിക്കൽസ് വളരെ ക്ലിയർ ആണല്ലോ. ഏതൊക്കെ രീതിയിൽ ബോണ്ട് ബ്രേക്ക് ചെയ്യാം, ഹോമോലിസിസ് ആവാം, ഹെട്രോളിസിസ് ആവാം. ഫ്രീ റാഡിക്കൽ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതെപ്പോഴും ഹോമോലിസിസ് ആവും. അല്ലെങ്കിൽ ഹെട്രോളിസിസ് ആണെങ്കിൽ കാർബോ കാറ്റയോൺസ് ഫോം ചെയ്യാം, അല്ലെങ്കിൽ ആനിയോൺസ് ഫോം ചെയ്യാം. ഇനി ഇതിന് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും? ഒന്ന് നോക്കിയേ മക്കളെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ന്യൂട്രൽ ന്യൂക്ലിയോഫൈൽ? ചോദ്യം വളരെ ക്ലിയർ അല്ലേ? ഇതിൽ ഏതാണ് ന്യൂട്രൽ ന്യൂക്ലിയോഫൈൽ? ന്യൂട്രൽ എന്ന സ്പീഷീസ് നോക്കിയാൽ ഇത് നെഗറ്റീവ്ലി ചാർജ്, CN- നെഗറ്റീവ് ചാർജ്, അത് നോക്കേണ്ട കാര്യമില്ല. OCH3- നെഗറ്റീവ്ലി ചാർജ്. അപ്പൊ ആ രണ്ട് നെഗറ്റീവ്ലി ചാർജ് സ്പീഷീസ് നോക്കേണ്ട പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ. ചാർജ് സ്പീഷീസ് വിട്ട് കളഞ്ഞിട്ട് ഇതിൽ ആരാണ് ന്യൂട്രൽ? അലുമിനിയം ക്ലോറൈഡും ന്യൂട്രൽ ആണ്, വാട്ടറും ന്യൂട്രൽ ആണ്. ന്യൂക്ലിയോഫൈൽസ് ന്യൂക്ലിയസ് ലവിംഗ് ആണ്. ന്യൂക്ലിയസ് ലവിംഗ് എന്ത് വേണം? ഇവിടെ ഇലക്ട്രോൺസ് വേണം. വാട്ടറിന്റെ കയ്യിൽ എന്തുണ്ട്? വാട്ടറിന്റെ കയ്യിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. രണ്ട് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അവ രണ്ട് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള വാട്ടർ ആണ് ഉറപ്പായിട്ട് ഇത് വരിക. വിച്ച് ഈസ് എ ന്യൂട്രൽ ന്യൂക്ലിയോഫൈൽ. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ വരും അല്ലെ. അലുമിനിയം ക്ലോറൈഡ് അത് ന്യൂക്ലിയോഫൈൽ ആണോ? അലുമിനിയം ക്ലോറൈഡ് ആക്ട്സ് എ ന്യൂട്രൽ ഇലക്ട്രോഫൈൽ. ന്യൂട്രൽ ഇലക്ട്രോഫൈൽ ആണ്. CN- നമുക്കറിയാം CN- ഈസ് എ ന്യൂക്ലിയോഫൈൽ ആണ്. പക്ഷെ എന്ത് ന്യൂക്ലിയോഫൈൽ ആണ്? ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ നെഗറ്റീവ് ന്യൂക്ലിയോഫൈൽ. ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് നെഗറ്റീവ് ന്യൂക്ലിയോഫൈൽ. മറ്റേ O മെത്തോക്സി ഗ്രൂപ്പ്, മെത്തോക്സൈഡ് അയോൺ ആണ്. O മെത്തോക്സൈഡ്, OCH3. ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ട്. മെത്തോക്സൈഡ് അയോൺ ഈസ് എൻ എക്സാമ്പിൾ. അഗെയിൻ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ നെഗറ്റീവ് ന്യൂക്ലിയോഫൈൽ. നെഗറ്റീവ് ന്യൂക്ലിയോഫൈൽ. അപ്പൊ പരീക്ഷ ഒന്ന് ക്വസ്റ്റ്യൻ ശരിക്കും ഒന്ന് ശ്രദ്ധിക്കുക. ന്യൂട്രൽ ആണെന്ന് പറഞ്ഞാൽ ചാർജ് ഉള്ളത് വിട്ടുകളയാ. എന്നിട്ട് എവിടെയാണോ ഇലക്ട്രോൺസ് ഉള്ളത്? ന്യൂക്ലിയോഫൈൽ ആണ് ചോദ്യം. ഇലക്ട്രോൺസ് ഉള്ളത് എവിടെ? വാട്ടറിന്റെ കയ്യിൽ. ഷുവർ, ക്ലിയർ ആണല്ലോ. ഓപ്ഷൻസ് വളരെ സുഖമായിട്ട് സെലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്ത ചോദിക്കും, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പീഷീസ് ഈസ് നോട്ട് ഇലക്ട്രോഫിലിക് ഇൻ നേച്ചർ? ഇലക്ട്രോഫിലിക് അല്ലാത്തത് നമ്മൾ പറഞ്ഞു. ഇലക്ട്രോഫൈൽസ് ആക്കാൻ കൊണ്ട് പോസിറ്റീവ് ഇലക്ട്രോഫൈൽസ് ഉണ്ട് അല്ലേ? പോസിറ്റീവ് ഇലക്ട്രോഫൈൽസ് ഉണ്ട്. പിന്നെ ഏതുണ്ട്? ന്യൂട്രൽ ഇലക്ട്രോഫൈൽസ് ഉണ്ട്. പോസിറ്റീവ് ഇലക്ട്രോഫൈൽസ് ഉണ്ട്, ന്യൂട്രൽ ഇലക്ട്രോഫൈൽസ്. പോസിറ്റീവ് എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ് എക്സാമ്പിൾ? Cl+, Br+, അല്ലെ? Cr+, Br+, NO2+, CH3+, CH3, CO+. They are all examples of positive electrophiles. Neutral electrophiles, example BF3, അല്ലെ? BCl3, anhydrous aluminium chloride, sulfur trioxide, etc. They are examples of neutral electrophiles. ചോദ്യം, which is not electrophilic in nature, not electrophile, electron-loving species, Cl+. Cl+ കണ്ടു, ഇറ്റ് ഈസ് പോസിറ്റീവ് ഇലക്ട്രോഫൈൽ ആണ്. ഇതൊരു പോസിറ്റീവ് ഇലക്ട്രോഫൈൽ ആണല്ലോ, ഉറപ്പായിട്ടും പോസിറ്റീവ് ഇലക്ട്രോഫൈൽ ആണ്. ഇവിടെ NO2+ ഈസ് അഗെയിൻ എ പോസിറ്റീവ് ഇലക്ട്രോഫൈൽ ആണ്. പിന്നെ അപ്പൊ ആ രണ്ടും കൈ. പിന്നെ നമുക്ക് ഒറ്റ സംശയമുള്ളൂ, BH3. BH3 ബോറോണിന്റെ ഹൈഡ്രൈഡ് ആണ്. ബോറോണിന്റെ ഹൈഡ്രൈഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ്. സാധാരണ കേസിൽ BH3 മോണോമർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യില്ല. ഇറ്റ് കമ്പൈൻ, രണ്ട് മോളിക്യൂൾസ് ഓഫ് BH3 കമ്പൈൻ ചെയ്തിട്ട് ഇറ്റ് എക്സിസ്റ്റ് ആസ് B2H6 which is known as diborane. ഡൈബുറൈൻ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക, which is again an electron deficient ആയിട്ടുള്ള മോളിക്യൂൾ ആണ് BH3 അല്ലെ? ബോറോൺ ആകെ നോക്കി ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, ബോറോൺ 3 ബോണ്ടേ ഫോം ചെയ്യുന്നുള്ളൂ. ഒരു ബോണ്ട് ഫോം ചെയ്യാൻ 2 ഇലക്ട്രോൺസ് വേണം. അവ ബോറോണിന്റെ 6 ഇലക്ട്രോൺസേ ഉള്ളൂ. In need of an electron, therefore it is an electron. BH3 is an electron deficient.
അപ്പൊ നമുക്ക് പിന്നൊരു സംശയം വരുന്നത് H3O+ ആണ്, വിച്ച് വി കോൾ ഇറ്റ് ആസ് ഹൈഡ്രോണിയം അയൺ. H3O+ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് സംശയം തോന്നും, അത് ഇലക്ട്രോൺ പിന്നെയും ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യില്ല, ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യില്ല. വാട്ടർ മോളിക്യൂളിന്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? വാട്ടർ മോളിക്യൂൾ ഷേപ്പ് എന്ത് വരും? ആംഗുലാർ ഷേപ്പ് or bend which contains two lone pairs അല്ലെ? 2 lone pairs ഉള്ള മോളിക്യൂൾ ആണ്. ബോണ്ട് ആംഗിൾ ഈസ് 104.5 ഡിഗ്രി എന്ന് നമുക്കറിയാവുന്നതാണ്. ഈ H3O+ ഫോം ചെയ്യുന്നത് when it combines with an H+ ആയിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? H3O+. we call it as hydronium ion. ഹൈഡ്രോണിയം അയൺ. ഈ H3O+ പറയുമ്പോൾ ഓക്സിജന്റെ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ആർക്ക് കൊടുക്കുന്നു? Hന് കൊടുക്കുന്നു. ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് പിന്നെയും കിടക്കുന്നുണ്ട്. which is ഇനി ഈ ഇലക്ട്രോഫിലിക്, ഇലക്ട്രോൺ ലവിങ് ഇതായിട്ട് വരും, ഇലക്ട്രോൺ ലവിങ് വരും. ഇനി ഒരു ബോണ്ട് ഫോം ചെയ്യും. H3O+ 1, 2, 3 ബോണ്ട് ഫോം ചെയ്തു. ഓൾറെഡി ഓക്സിജന്റെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഇൻ ഹിസ് വാലൻസ് ഷെൽ ഹാസ് ഓൾറെഡി ഗോട്ട് 8 ഇലക്ട്രോൺസ് ഇൻ ഹിസ് വാലൻസ്. 8 ഇലക്ട്രോൺസ് ആയി, 8 ഇലക്ട്രോൺസ് ആണ്. പിന്നെ ഇതെങ്ങനെ ഇനിയൊരു ഇലക്ട്രോൺ പെയറിനെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും? ഒരിക്കലും സാധിക്കില്ല. ഇനിയൊരു ഇലക്ട്രോൺ, ഇനി ഒരു ബോണ്ട് ഫോം ചെയ്യില്ല. H3O+ മാക്സിമം കോവാലൻസി, ഇതിന് നമ്മൾ പറയും മാക്സിമം കോവാലൻസി ഈസ് 4. d ഓർബിറ്റലിൽ it cannot expand its covalency. 8 ഇലക്ട്രോൺസ് ഉണ്ട്. ഓർഡർ 1, 2, 3 ബോണ്ട് ഫോം ചെയ്തു. ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. 8 ഇലക്ട്രോൺസ് ഇൻ ഹിസ് വാലൻസ് ഷെൽ. മതിയായി, തൃപ്തിയായി. therefore the answer is which of the following is not an electrophilic? option is C. ഒന്ന് ശ്രദ്ധിക്കണം. ഓപ്ഷൻ ഇ സി. Cl+ NO2+ എന്താണ്? പോസിറ്റീവ് ഇലക്ട്രോഫൈൽ ആണ്. BH3 is electron deficient, therefore it is a neutral electrophile. Answer is option C. Which of the following is not electrophilic in nature? അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. Which of the following statement is correct for a nucleophile? Nucleus loving ആണ്. Nucleophile, that is positively charged center loving species. Positively charged center loving species നമ്മൾ കണ്ടു അല്ലെ? ഏത് കണ്ടു? Cl- അല്ലെ, Br-, OH-, Cn-. they are all nucleophiles ആണ്. പോസിറ്റീവ്ലി ചാർജ് സെന്റർ ലവിംഗ് സ്പീഷീസ് ആണ്. അത് കൂടാതെ ന്യൂട്രൽ ആയി കിടക്കുന്ന സ്പീഷീസ് നമ്മൾ കണ്ടു. അമോണിയ contains lone pair of electrons. Water which contains 2 lone pair of electrons. Amine, alcohol. ഇതെല്ലാം എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കണ്ടതാണ്. ഈ എക്സാമ്പിൾ മനസ്സിലുണ്ടായിട്ട് ഇത് നോക്കി വെക്കുക. ന്യൂക്ലിയോഫൈൽസ് which is correct? ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ന്യൂക്ലിയോഫൈൽസ് contain at least 1 lone pair. ഇതിലെല്ലാത്തിലും ഇഷ്ടംപോലെ ലോൺ പെയർസ് ഉണ്ട്. ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇതിൽ ലോൺ പെയർസ് ഉണ്ട്. അമോണിയയിൽ 1 ലോൺ പെയർ ഉണ്ട്. വാട്ടറിൽ 2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് 1 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിരിക്കണം ഉറപ്പായിട്ട്. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. Species having 1 lone pair always acts as a nucleophile. നോക്കി ഇത് നോക്കി. അമോണിയ 1 ലോൺ പെയർ ഉണ്ട്. അമീൻ 1 ലോൺ പെയർ ഉണ്ട്. 1 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ 1 ലോൺ പെയർ ഉണ്ട്. അപ്പൊ ഉറപ്പായിട്ട് അത് ന്യൂക്ലിയോഫൈൽ ആണ്. അങ്ങനെ ഒരു ലോൺ പെയർ ഉള്ള സ്പീഷീസ് എല്ലായ്പ്പോഴും ന്യൂക്ലിയോഫൈൽ ആയിട്ട് ആക്ട് ചെയ്യുമോ എന്നുള്ളതാണ് നമുക്ക് സംശയമില്ലേ? ഉറപ്പായിട്ടും ഞാൻ മുൻപ് ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. Dichlorocarbene is an electrophile, is a neutral electrophile. Is an electrophile. ഒരു ന്യൂട്രൽ ആയി കിടക്കുന്ന
ഒരു ന്യൂട്രൽ ഇലക്ട്രോഫൈലാണ്. ഡൈക്ലോറോ കാർബൺ എന്ന് പറയുമ്പോൾ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട് കാർബൺ ഡൈ അല്ലേ, ഇവിടെ ക്ലോറിൻ ഇവിടെ ക്ലോറിൻ. ഈ ഡൈക്ലോറോ കാർബൺ ആണ് കേട്ടോ നമ്മുടെ റീമർ-ടൈമാൻ റിയാക്ഷനിൽ ഇലക്ട്രോഫൈൽ ആയിട്ട് വരുന്നത് ഡൈക്ലോറോ കാർബൺ. ഇവിടെ നോക്കിക്കഴിഞ്ഞാല് സ്പീഷീസ് വൺ ലോൺ പെയർ, ഇവിടെ ലോൺ പെയർ കാർബൺ ഡൈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ഇതൊരു ന്യൂക്ലിയോഫൈൽ ആണോ? നോ, ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോഫൈൽ. ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോൺ ലവിങ് സ്പീഷീസ് ആണ്. ബിക്കോസ് ഒരു ബോണ്ട് 1 2 ബോണ്ട് ഫോം ചെയ്തു, 4 ഇലക്ട്രോൺസ് ആയി, 4 2 6 ഇലക്ട്രോൺസ്, 6 ഇലക്ട്രോൺസേ ഉള്ളൂ. ഓൺലി 6 ഇലക്ട്രോൺസ് ഇൻ കാർബൺ ആറ്റം. കാർബൺ ആറ്റത്തിന്റെ ബാലൻസ് 6 ഇലക്ട്രോൺസേ ഉള്ളൂ. ഇൻ നീഡ് ഓഫ് 2 more electrons to get this octet. 8 ഇലക്ട്രോൺസ് കിട്ടാൻ വേണ്ടിയിട്ട് 2 ഇലക്ട്രോൺസും കൂടി തേടി നടക്കുന്ന ഒരു സ്പീഷീസ് ആണ് ഡൈക്ലോറോ കാർബൺ. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് കാർബൺ species, I mean, one don't always act as an electrophile. No, it can act as an electrophile also. Now, this statement is wrong. This statement is wrong. Nucleophile attacks high electron density site. Ano, high electron density site ആണ് attack ചെയ്യുക? No, it എവിടെ attack ചെയ്യുന്നത്? പോസിറ്റീവ്ലി ചാർജസ് ഉണ്ട്. എവിടെയാണോ പോസിറ്റീവ് ചാർജ് അത് തേടി പോകുന്ന ഒരു സ്പീഷീസ് ആണ് ന്യൂക്ലിയോഫൈൽ. ന്യൂക്ലിയോഫൈൽ അറ്റാക്സ് ഹൈ ഇലക്ട്രോൺ ഡെൻസിറ്റി സൈറ്റ്. ഇതും തെറ്റാണ്. Nucleophiles are electron seeking, no positively charged center speaking. This one is also wrong. Therefore, the correct option, option is A is the correct answer. Nucleophiles contain at least one lone pair. Clear ആയോ? അവ അറ്റാക്കിംഗ് റിയേജന്റ് ഇതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരാം. ഇലക്ട്രോഫൈൽ എന്താണ്, ന്യൂക്ലിയോഫൈൽ എന്താണ്, ഫ്രീ റാഡിക്കൽസ് എങ്ങനെ ഫോം ചെയ്യുന്നു, ഒരു ആരോ മാർക്കിട്ട് അൾട്രാവയലറ്റ് ലൈറ്റ്, ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ പെറോക്സൈഡ് കാണാൻ ഉറപ്പായിരുന്നു ഫോർമേഷൻ ഓഫ് ഫ്രീ റാഡിക്കൽസ്. ഇത് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഏതൊക്കെ ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആണോ നമ്മൾ പഠിക്കും. ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ ആണോ, അഡീഷൻ ആണോ, ഇലക്ട്രോഫിലിക് ആണോ, ന്യൂക്ലിയോഫിലിക് ആണോ, ഫ്രീ റാഡിക്കൽ ആണോ എന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സുകളിലായിട്ട് കാണാനിരിക്കുന്നു. അപ്പോൾ ആ തുടക്കത്തിലെ ഈ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് ഇഫക്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ എടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അടുത്ത ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് ഇഫക്ട് ആയിട്ടുള്ള ഇൻഡക്റ്റീവ് ഇഫക്ട്, ഇലക്ട്രോമാഗ്നറ്റിക് ഇഫക്ട്, പിന്നെ റെസൊണൻസ് ഇഫക്ട്, ഹൈപ്പർ കോൺജുഗേഷൻ. അതിനു മുൻപ് ഇതൊന്ന് ബേസ് ആയിട്ടൊന്ന് ഇരുത്തുക, നന്നായിട്ടൊന്ന് പഠിക്കുക. എന്താണ് സബ്സ്ട്രേറ്റ്, എന്താണ് അറ്റാക്കിംഗ് റിയേജന്റ്, വേറെ ഒന്നുമില്ല മക്കളെ. ഓർഗാനിക് റിയാക്ഷൻ മെക്കാനിസം, ഇതിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഓർഗാനിക് റിയാക്ഷൻ മെക്കാനിസം. ഒരു സബ്സ്ട്രേറ്റ് ഉണ്ട്, അപ്പുറത്തൊരു അറ്റാക്കിംഗ് റിയേജന്റ് ഉണ്ട്. ഈ അറ്റാക്കിംഗ് റിയേജന്റ് സബ്സ്ട്രേറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു, എന്നിട്ട് ഒരു ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നു, എന്നിട്ട് അത് പ്രൊഡക്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇത്രയേ ഉള്ളൂ ഓർഗാനിക് റിയാക്ഷൻ മെക്കാനിസം. ഇത് വെൽ തറോ ആണെങ്കിൽ നമുക്ക് ഏത് ചാപ്റ്ററും, സെക്കൻഡ് ഇയറിൽ 5 ചാപ്റ്റർ ഉണ്ട് അല്ലെ ഓർഗാനിക് കെമിസ്ട്രിയിലെ, ഫസ്റ്റ് ഇയറിൽ 2 ചാപ്റ്ററും. അപ്പൊ ഈ 5-7 ചാപ്റ്ററിന് ഏത് ചോദ്യം ചോദിച്ചാൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഈ ബേസ് വളരെ നല്ല തറോ ആയിട്ട് പഠിച്ചു തുടങ്ങുക. ഈ എന്താണ് റിയാക്ഷൻ മെക്കാനിസം, ആദ്യത്തെ സ്റ്റെപ്സുകൾ എന്താണെന്ന് നോക്കുക. ഇത് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് ഇഫക്ട്സ് കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അടുത്ത ക്ലാസ്സിൽ കാണാം നമുക്ക്.